ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളീ നക്ഷത്ര ജാതകരാണോ എങ്കിൽ നിങ്ങളുടെ തലവര തെളിയും. 2026 മെയ് 24 മുതൽ മെയ് 30 വരെയുള്ള ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദിത്യൻ രോഹിണി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലും മെയ് 30, 31 തീയതികളിൽ വെളുത്ത വാവാണ്. അതുപോലെ ബുധൻ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. 29 മിഥുനത്തിൽ പ്രവേശിക്കും. ചൊവ്വ മേടം രാശിയിലാണ്. ശുക്രനും വ്യാഴവും മിഥുനത്തിൽ തുടരുന്നു. ശനി മീനം രാശിയിലാണ്. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങത്തിലുമാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദത്തിൽ ഉൾപ്പെടുന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ നല്ല പ്രവർത്തനശേഷിയും ആത്മവിശ്വാസവും ഉയരുന്ന സമയമാണ്. വളരെ നാളുകളായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പദ്ധതി പ്രായോഗികമാക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടാകും. മേലധികാരികളിൽ നിന്നും അംഗീകാരം ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായി ചെലവുകൾ വർദ്ധിച്ചാലും ആവശ്യമായ പണം കൈവശം എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാകും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ്. അതുപോലെ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും. പ്രണയബന്ധത്തിൽ കൂടുതൽ അടുപ്പവും മനസ്സിലാക്കലും ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ ചർച്ചകൾ നടക്കുന്നതാണ്. യാത്രകളെല്ലാം തന്നെ ഈ ആഴ്ച ഗുണകരമാകും. പ്രത്യേകിച്ച് ജോലി അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന എല്ലാവിധ യാത്രയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഓൺലൈൻ ബിസിനസ്, സോഷ്യൽ മീഡിയ, മാർക്കറ്റിംഗ് മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധയും അംഗീകാരവും ലഭിക്കുന്നതാണ്. അമിതമായ കോപവും ഉറക്കക്കുറവും നിയന്ത്രിക്കണം. അതുപോലെ തലവേദന, ക്ഷീണം പോലുള്ള ചെറിയ അസ്വസ്ഥതകൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ദൈവവിശ്വാസം കൂടുതൽ ശക്തമാകുന്ന സമയം കൂടിയാണ്. ഈ ആഴ്ച ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് വളരെയധികം ഭാഗ്യവും നേട്ടങ്ങളും കൈപിടിക്കുന്ന ഒരു സമയമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ അവസാന 3 പാദങ്ങൾ രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളും കുടുംബ സൗഖ്യവും ഒരുപോലെ വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. വരുമാന മാർഗങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുകയും കുടിശ്ശികയായി കാത്തിരുന്ന പണം കൈവശം എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ ജോലി സംബന്ധമായി പുതിയ അവസരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകിയേക്കാവുന്ന നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ഇടപാടുകളും ലാഭകരമായ കരാറുകളും ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സംസാര ശൈലി കൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടുന്നതാണ്. അതുപോലെ ഏറെ നാളുകളായി മുടങ്ങിയിരുന്ന ഒരു കുടുംബകാര്യത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വളരെയധികം സ്നേഹവും അടുപ്പവും ഉണ്ടാകുന്നതാണ്. വിവാഹ യോഗമുള്ളവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. സ്വർണം, വസ്ത്രം, അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങുവാനുള്ള ആഗ്രഹം ശക്തമാകും. സ്ത്രീ ജനങ്ങൾ വഴി വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. കലാരംഗം, സംഗീതം, ബ്യൂട്ടി, ഫാഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരം ഉയരും. ഈ ആഴ്ച ചെറിയ യാത്രകൾ കൊണ്ട് തന്നെ വളരെയധികം നേട്ടങ്ങൾ ഭവിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുതിയ പദ്ധതികൾ ആരംഭിക്കും. എന്നാൽ നിങ്ങളുടെ അനാവശ്യമായ വാശിയും പിടിവാശിയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളോ ഭക്ഷണ കാര്യങ്ങളിലെ അശ്രദ്ധയും വളരെയധികം ഒഴിവാക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും മനസ്സമാധാനവും സാമ്പത്തിക പുരോഗതിയും സമ്മാനിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ അവസാന 2 പാദങ്ങൾ, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുന രാശിക്കാർക്ക് ആത്മവിശ്വാസവും വ്യക്തിപ്രഭാവവും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്.
ഏറെ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും. ജോലിക്കിടയിലെ മികവ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുവാനും ഇടയുള്ള കാലമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുവാൻ അനുയോജ്യമായ ഒരു ആഴ്ചയാണ്. ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുപോലെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ, അധ്യാപനം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ജനപ്രീതിയും അംഗീകാരവും ലഭിക്കുന്നതാണ്. അതുപോലെ വ്യക്തി ജീവിതത്തിൽ ഒരു പ്രത്യേക ആകർഷണം പ്രകടമാകുന്നതിനാൽ ആളുകളെ എളുപ്പത്തിൽ തന്നെ സ്വാധീനിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി ഈ ആഴ്ച മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരും. പഴയ കടബാധകളിൽ നിന്നുമെല്ലാം ആശ്വാസം ലഭിക്കുന്നതാണ്. ചെറിയ നിക്ഷേപങ്ങൾ വളരെയധികം ഗുണകരമാകും. അതുപോലെ യാത്രകൾ കൊണ്ടും വളരെയധികം ഭാഗ്യം വന്നു ചേരും. ഉറക്കക്കുറവും മാനസികമായ സമ്മർദ്ദവും നിയന്ത്രിക്കേണ്ടതുണ്ട്. ധ്യാനവും പ്രാർത്ഥനയും നിങ്ങളുടെ മനസ്സിന് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് മനസ്സിലെ ആശങ്കകളെല്ലാം തന്നെ കുറയും. അതുപോലെ പുതിയ പ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. വിദേശ ബന്ധങ്ങൾ, ആത്മീയമായ ചിന്തകൾ, ദൂരയാത്രകൾ എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു വാർത്ത ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിലും അവ പിന്നീട് ഗുണകരമായി മാറും. വിദേശ ജോലി, ഓൺലൈൻ ജോലി, IT മേഖലകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ഒരു ആഴ്ചയാണ്. സാമ്പത്തികമായി വരവും ചെലവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു വാരമാണ്. വീടിനും കുടുംബത്തിനുമായി കൂടുതൽ ധനം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ആവശ്യ സമയത്ത് സഹായം ലഭിക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമെങ്കിലും തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. കുടുംബജീവിതം ശക്തമാകും. സ്ത്രീ ജനങ്ങൾ വഴി ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. ഉറക്കക്കുറവ്, മാനസികമായ സമ്മർദ്ദം, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ധ്യാനം, പ്രാർത്ഥന, ക്ഷേത്ര ദർശനം എന്നിവ മനസ്സിന് സമാധാനം സമ്മാനിക്കും. ദൈവിക ചിന്തകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് വീട് മാറ്റം അല്ലെങ്കിൽ യാത്രാ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വാരമാണ്. അടുത്തത് ചിങ്ങ രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്ന ചിങ്ങ രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ഒരുപോലെ നേട്ടങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്ന ഒരു ശക്തമായ സമയമാണ്. ഏറെ നാളുകളായി കാത്തിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകുവാനുള്ള യോഗമുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. മേലധികാരികളിൽ നിന്നും പ്രശംസയും അംഗീകാരവും ലഭിക്കും. ബിസിനസ് രംഗത്തുള്ള ആളുകൾക്ക് പുതിയ കരാറുകളും സാമ്പത്തികമായ നേട്ടങ്ങളും ലഭിക്കാം. സുഹൃത്തുക്കളുടെയും സ്വാധീനമുള്ള വ്യക്തികളുടെയും സഹായത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വരുമാന മാർഗം കൂടി വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുവാനും നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. സന്താന കാര്യങ്ങളിൽ സന്തോഷ വാർത്തകൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. കലാരംഗം, രാഷ്ട്രീയം, സോഷ്യൽ മീഡിയ, പൊതുപ്രവർത്തനം തുടങ്ങിയ മേഖലകളിലുള്ള ആളുകൾക്ക് ജനപ്രീതിയും ശ്രദ്ധയും ഉയരും. യാത്രകളെല്ലാം തന്നെ ഗുണകരമാകുന്ന കാലമാണ്. പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ബന്ധങ്ങൾ ഉണ്ടാകും. അമിതമായ ക്ഷീണവും ഉറക്കക്കുറവും നിയന്ത്രിക്കണം. ഹൃദയവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, അത്തം ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങളും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക്
തൊഴിൽ രംഗത്തും സാമൂഹിക ജീവിതത്തിലും വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. ജോലിയിലെ മികവ് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടും, മേലധികാരിയുടെ പിന്തുണ ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടാകും. സർക്കാർ മേഖല, ബാങ്കിംഗ്, അധ്യാപനം, മീഡിയ മാനേജ്മെൻറ്റ് വർക്കുകൾ, ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഈ ആഴ്ച ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. സാമ്പത്തികമായ സ്ഥിരത കൈവരിക്കുന്ന ഒരു വാരമാണ്. പഴയ തടസ്സങ്ങളെല്ലാം മാറി വരുമാന മാർഗങ്ങൾ ഉയരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകൾ വന്നു ചേരും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ബന്ധത്തിലും കൂടുതൽ മനസ്സിലാക്കലും സ്നേഹവും ഉണ്ടാകും. വിവാഹ യോഗമുള്ളവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളുടെ ചർച്ചകൾ നടക്കുന്നതാണ്. സ്ത്രീകളുടെ സഹായം പല കാര്യങ്ങളിലും ഗുണകരമാകും. ഈ ആഴ്ച യാത്രകൾ മൂലം വളരെയധികം നേട്ടങ്ങളും തൊഴിൽപരമായ ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകും. വിദേശ ബന്ധങ്ങളിൽ നിന്നും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കാം. അമിതമായ ചിന്തയും മാനസികമായ സമ്മർദ്ദവും കുറയ്ക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വാരമായതിനാൽ ഭക്ഷണക്രമത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്രയുടെ അവസാന 2 പാദങ്ങൾ, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാം രാശിക്കാർക്ക് ഭാഗ്യവും അനുകൂലമായ അവസരങ്ങളും ഒരുമിച്ച് വന്നു ചേരുന്ന ഒരു വാരമാണ്. ദൈവ അനുഗ്രഹം, മുതിർന്നവരുടെ പിന്തുണയും വളരെയധികം ലഭിക്കും. ഏറെ നാളായി മുടങ്ങിയിരുന്ന കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുവാൻ തുടങ്ങുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കപ്പെടും. ഉയർന്ന പഠനം, വിദേശ കാര്യങ്ങൾ, നിയമപരമായ വിഷയങ്ങൾ, അധ്യാപനം, യാത്രാ സംബന്ധമായ മേഖലകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ മികച്ച പുരോഗതി ലഭിക്കും. മേലധികാരിയുടെ വിശ്വാസം നേടുവാൻ സാധിക്കുന്ന ഒരു വാരം കൂടിയാണ്. യാത്രകളിലൂടെ പുതിയ ബന്ധങ്ങളിലൂടെയോ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ സ്നേഹവും മനസ്സിലാക്കലും വർദ്ധിക്കും. പ്രണയബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകലമെല്ലാം കുറയുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ആലോചനകൾ വന്നു ചേരും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം പ്രധാന കാര്യങ്ങളിൽ വളരെയധികം ഗുണകരമാകും. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, ധ്യാനം എന്നിവ മനസ്സിന് വലിയ ഒരു ആശ്വാസമാകും. ദൂരയാത്രകൾ ഗുണകരമാകുന്നതാണ്. അമിതമായ ക്ഷീണം, യാത്രാ സംബന്ധമായ പ്രശ്നങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആവേശത്തെക്കാൾ വിവേകം ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ മാറ്റങ്ങളും അതോടൊപ്പം ഗുണകരമായ അവസരങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു വാരമാണ്. ജീവിതത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യും. ഏറെ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന ധനകാര്യ വിഷയങ്ങളിൽ പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ്. ഇൻഷുറൻസ്, ബാങ്കിംഗ്, ഗവേഷണം, നികുതി, രഹസ്യ സ്വഭാവമുള്ള ജോലികൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും ലാഭം ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. പാരമ്പര്യ സ്വത്ത്, കുടിശ്ശിക പണം, പഴയ നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നും വളരെയധികം ഗുണഫലങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് സമാധാനപരമായി പരിഹരിക്കപ്പെടുന്നതാണ്. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായിക്കും. പ്രണയബന്ധങ്ങളിൽ അമിതമായ സംശയം ഒഴിവാക്കണം. വിശ്വസിച്ച ആളുകളിൽ നിന്നും സഹായം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, മന്ത്രജപം എന്നിവ മനസ്സിന് സമാധാനം സമ്മാനിക്കും. ആരോഗ്യപരമായി ക്ഷീണം, ഉറക്കക്കുറവ് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. വാഹനയാത്രയിലും കൂടുതൽ ജാഗ്രത ഈ ആഴ്ച ആവശ്യമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനുരാശിക്കാർക്ക്
ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. പങ്കാളിത്തങ്ങൾ വഴി വളരെയധികം നേട്ടങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളോ സഹകരണങ്ങളും ലഭിക്കുവാൻ ഇടയുള്ള കാലമാണ്. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരിയിൽ നിന്നും അംഗീകാരം ലഭിക്കും. പൊതുജനങ്ങളുമായി ഇടപെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനപ്രീതിയും സ്വാധീനവും വർദ്ധിക്കുന്നതാണ്. ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. പങ്കാളിയുടെ പിന്തുണ പ്രധാന കാര്യങ്ങളിൽ ഗുണകരമാകും. വിവാഹ യോഗമുള്ളവർക്ക് നല്ല ആലോചനകൾ ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും സ്ഥിരതയും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ആഘോഷപരമായ അന്തരീക്ഷം രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം വളരെയധികം ആശ്വാസകരമാകും. ചിലർക്ക് പുതിയ ആളുകളുടെ പരിചയം ഭാവിയിൽ വലിയ ഗുണം സമ്മാനിക്കും. വരുമാന മാർഗം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. പഴയ സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. യാത്രകൾ ഗുണകരമാകും. പ്രത്യേകിച്ചും തൊഴിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. ആരോഗ്യപരമായി ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ അമിതമായ ക്ഷീണമോ ഉള്ള ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം ഈ ആഴ്ച വർദ്ധിക്കുകയും ദൈവവിശ്വാസം കൂടുതൽ ശക്തമാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് ജോലി, ആരോഗ്യം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ ക്രമേണ പുരോഗതി അനുഭവപ്പെടുന്ന ഒരു വാരമാണ്. മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ഏറെ നാളുകളായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടും. സർവീസിംഗ് മേഖല, മെഡിക്കൽ, ബാങ്കിംഗ്, അക്കൗണ്ടിംഗ്, ടെക്നിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളായിരുന്ന ചിലർ പോലും പിന്തുണ നൽകുന്ന ഒരു അവസ്ഥയുണ്ടാകും. സാമ്പത്തികമായ നിയന്ത്രണത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഴയ കടബാധ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ഫലപ്രദമാകും. കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവയെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. ദാമ്പത്യ ബന്ധത്തിലും ക്ഷമയും മനസ്സിലാക്കലും ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വാരമാണ്. പ്രണയബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ നിങ്ങളുടെ പരുക്കൻ വാക്കുകളിൽ വളരെയധികം ശ്രദ്ധ വേണം. സ്ത്രീകളുടെ സഹായം പല കാര്യങ്ങളിലും ഗുണകരമാകും. പഴയ അസ്വസ്ഥതകളിൽ നിന്നെല്ലാം തന്നെ ആശ്വാസം ലഭിക്കുന്ന ഒരു വാരമാണ്. എന്നിരുന്നാലും നിങ്ങൾ അമിതമായ ജോലിഭാരവും മാനസികമായ സമ്മർദ്ദവും നിയന്ത്രിക്കണം. വ്യായാമവും ക്രമബദ്ധമായ ജീവിതശൈലിയും കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ യാത്രകൾ കൊണ്ട് ഈ ആഴ്ച വളരെയധികം ഗുണകരമാകുന്ന ഒരു വാരം കൂടിയാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന 2 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സൃഷ്ടിപരമായ മുന്നേറ്റങ്ങളും നൽകുന്ന ഒരു വാരമാണ്. അതായത് ഒരു ഭാഗ്യ വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. പ്രണയം, വിദ്യാഭ്യാസം, സന്താന കാര്യങ്ങൾ, കലാരംഗം എന്നിവയിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഏറെ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം ഈ ആഴ്ച സഫലമാകും. വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. കല, സംഗീതം, സിനിമ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ജനപ്രീതിയും അംഗീകാരവും ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും അടുപ്പവും വർദ്ധിക്കുന്ന സമയമാണ്. അതുപോലെ വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനിടയുണ്ട്. സന്താന കാര്യങ്ങളിൽ സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുയോജ്യമായ ഒരു ആഴ്ചയാണ്. സുഹൃത്തുക്കളുടെ സഹായം പ്രധാന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗുണകരമായി മാറും. യാത്രകൾ മൂലം സന്തോഷവും നേട്ടവും വന്നു ചേരും. മാനസികമായി കൂടുതൽ ഉത്സാഹവും പോസിറ്റീവ് ചിന്തയും അനുഭവപ്പെടുന്നതാണ്. ആരോഗ്യപരമായി ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ ഉള്ള ആളുകളാണെങ്കിൽ
വളരെയധികം ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുകയും ദൈവവിശ്വാസം വളരെയധികം ശക്തമാകുകയും ചെയ്യുന്ന ഒരു വാരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീന രാശിക്കാരായ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ വളരെയധികം സൗഖ്യവും മാനസികമായ സമാധാനവും അനുഭവപ്പെടുന്ന ഒരു ആഴ്ചയാണ്. വീട്, വാഹനം, ഭൂമി എന്നീ കാര്യങ്ങളിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഏറെ നാളുകളായി മുടങ്ങിയിരുന്ന ഒരു കുടുംബകാര്യത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. വീടിൻ്റെ നവീകരണം, അതുമല്ലെങ്കിൽ അലങ്കാരം, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് വീട്ടുകാരുടെ പിന്തുണ കൂടുതൽ ആത്മവിശ്വാസം നൽകും. റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ഓൺലൈൻ ജോലി, വീട്ടിൽ നിന്നും ചെയ്യുന്ന ബിസിനസ്സുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടുന്നതാണ്. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുവാൻ തുടങ്ങും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ സ്നേഹവും മനസ്സിലാക്കലും ഉണ്ടാകും. പ്രണയബന്ധങ്ങളിലും സ്ഥിരതയും വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. ചെലവ് വർദ്ധിച്ചു വരുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നതാണ്. അതുപോലെ പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള യോഗമുള്ള കാലമാണ്. ഈ ആഴ്ച യാത്രകൾ വഴിയും കുടുംബപരമായും വളരെയധികം സന്തോഷം ലഭിക്കും. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. മാനസികമായ സമ്മർദ്ദം കുറയുകയും ശരീരക്ഷീണം മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ആഴ്ചയുണ്ടാകും. എന്നാൽ ഭക്ഷണക്രമത്തിലും ഉറക്കത്തിലും അശ്രദ്ധ കാണിക്കാതെ ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.